ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഈസി പലഹാരം കാണിച്ചു തരട്ടെ. അതും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തത്. അപ്പം ഗോതമ്പ് പൊടി കയ്യിലുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങാതിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ എന്താ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 3 അച്ച് ശർക്കര എടുക്കാം. ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ട് 3 അച്ച് ശർക്കര എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഉരുക്കിയെടുക്കുന്നത്. നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ ആ ഒരു ഗ്ലാസ്സിലാണ്. അത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉരുക്കാൻ വെക്കാം. കട്ടകളില്ലാതെ ഉരുക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിനെക്കാട്ട് 1 അച്ച് ശർക്കര കൂടുതലായിട്ട് എടുക്കട്ട. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ നല്ല നെയ്യ്. ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് മൂത്ത് വരട്ടെ. ഗോൾഡൻ കളർ ആവണ്ട കേട്ടോ. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചെറുങ്ങനെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഞാനൊരു കൈപ്പിടി നിറയെ ഈന്തപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിന്ന് കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ആ ഒരു നെയ്യിൻ്റെ അകത്ത് തന്നെ വാട്ടിയെടുക്കാം. നല്ലോണം തന്നെ വാടി വന്നോട്ടെ. ഒന്ന് സോഫ്റ്റ് ആകുന്ന രീതിയിലൊന്ന് വാടി വരണേ. ഇത്രയും മതിയാവും. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ പകുതി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് മാത്രം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കൈപ്പിടി നിറയെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ പൂണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുത്തതാണ്. നമുക്ക് വേണമെങ്കിൽ ചിരവിയിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ശർക്കര പാനിയൊക്കെ വറ്റിയിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ വിടാൻ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റേഷൻ കടയിലത്തെ ആട്ടപ്പൊടിയാണ്. നമ്മൾ ഒരു 1.5 ഗ്ലാസ് അളവിൽ ആട്ടപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കട്ടോ. ആട്ടപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയും അതുപോലെ തന്നെ ശർക്കര പാനിയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ വറുത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വറുത്ത് കൊടുക്കുക. ഇത് വറുക്കുന്നതിനനുസരിച്ച് ഇത് കളർ മാറി വരും കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ വറുത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു മണവും വരും. അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ആ ഒരു തേങ്ങാക്കൊത്തു അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ മിക്സുമില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഈ ഒരു കൂട്ടില്ലേ ആട്ടപ്പൊടിൻ്റെ കൂട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു ഈത്തപ്പഴവും തേങ്ങാക്കൊത്തും എല്ലാ ഭാഗത്താകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ശർക്കര പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ഇതിനെക്കാട്ടും കുറച്ചും കൂടി ലൂസിലാണ് കേട്ടോ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. വേവിച്ചെടുക്കാം.
ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ വാഴയില എടുത്തിട്ടുണ്ട്. കുറച്ചധികം എന്താ വീതിയുള്ള വാഴയിലാന്ന് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതൊന്നും നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്ത വാഴൻ്റെ ഇല നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഞൊറിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം അങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇതേപോലെ തന്നെ ചെറുങ്ങനെ ഇതേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് കിഴി പോലെ കെട്ടിയെടുക്കുക കേട്ടോ. നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിലവർ പറയും ഇതിന് നെയ്ക്കട്ട് എന്നൊക്കെയാണ് കേട്ടോ. എന്താ പേരെന്നൊന്നും അറിയില്ല, എനിക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്തെടുത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, വാഴൻ്റെ നാര് വെച്ചിട്ട്. അപ്പോൾ നല്ല മുഞ്ചിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ഞാൻ നമ്മളെ ചാനലിൽ 2 ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവരിൽ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റെസിപ്പീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇതാ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അത് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് ഷേപ്പ്. മഞ്ചുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ ചെയ്യാത്തവരായിട്ട് ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടാവും കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി വാങ്ങാതിരിക്കണ്ട. ഇങ്ങനെ വെറൈറ്റി വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് കാണാം.